ഇന്ന് നമുക്ക് ജപമാല ചൊല്ലാൻ 5 രഹസ്യങ്ങൾ പറഞ്ഞ് ചൊല്ലാൻ പഠിക്കാം. സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ആദ്യത്തെ ജപമാലയിലുള്ളത്. ഇതിൽ ഈശോയുടെ ജനനം മുതലുള്ള കാര്യങ്ങളാണ് ഇതിൽ ധ്യാനിക്കുന്നത്. നമുക്ക് ജപമാല ചൊല്ലാൻ തുടങ്ങാം. ആദ്യമായിട്ട് അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയെ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ ശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യം, പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അത് കഴിഞ്ഞിട്ട് 7 മണി ഇതിൽ പിടിച്ചിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രാർത്ഥന ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഈ 3 മുത്തില്ലേ, ഈ 3 മണിയിൽ ആദ്യത്തേതിൽ പിടിക്കുക. ആദ്യത്തേതിൽ പിടിച്ചിട്ട് പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. അത് കഴിഞ്ഞിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അത് കഴിഞ്ഞ് 2-ാമത്തെ മണിയിൽ പിടിക്കുക. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 3-ാമത്തെ മണിയിൽ പിടിക്കുക. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇനി നമ്മൾ ഈ മുത്തിൽ പിടിക്കുക, ഈ മണിയിൽ പിടിക്കുക. എന്നിട്ട് ഈ മണിയിൽ പിടിച്ചിട്ട് ചൊല്ലേണ്ടത്: പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. ഇത് 1-ാം ദൈവരഹസ്യമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. ഇതിൽ നമ്മൾ മാതാവിനോട് സ്വീകരണത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ സ്നേഹിക്കാനുള്ള വിശുദ്ധി തരണേന്ന് നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം പൂജിതമാകണമേ, അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഈ 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. അങ്ങനെ ചൊല്ലുക. 10 ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ സുഗത ജപം ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ദൈവരഹസ്യം: പരിശുദ്ധ ദൈവമാതാവ് ഏലീഷ ഗർഭപുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. എന്നിട്ട് ഇതിൽ
രണ്ടാമത്തെ ദൈവരഹസ്യത്തിൽ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ മാതാവിനോട് ശക്തിയായി പ്രാർത്ഥിക്കുക. എന്നിട്ട് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലുക, 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. 10 നന്മ നിറഞ്ഞ മറിയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈശോയെ എൻ്റെ പാവങ്ങൾ പുറത്തു തരണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയെ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. മക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദൈവരഹസ്യം പിടിക്കാം. മൂന്നാമത്തെ ദൈവരഹസ്യത്തിൽ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഒരു ഉദരത്തിൽ ഉത്ഭവിച്ച ദിവ്യകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ ചെന്ന് ഒരു പാതിരയ്ക്ക് പ്രസവിച്ച് പുളിത്തൊഴുത്തിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. ഇതിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരസ്നേഹമായിട്ട് മാതാവിനോട് ശക്തിയായി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ പ്രാർത്ഥന ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് 10 നന്മ നിറഞ്ഞ മറിയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. ഈ സുഖജപം ഓരോ 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോഴും ഇത് പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഇത് ചൊല്ലിയിട്ട് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ഷിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണമെന്ന് മാതാവിനോട് ശക്തിയായി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ നാമം പൂജിതമാകണമേ. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദൈവരഹസ്യം നമ്മൾ പറയാൻ പോണ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയാൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യേശുവിൻ്റെ യോഗ്യതയിൽ ആശ്രയിച്ച് നിരന്തരം കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകാനായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ നാമം പൂജിതമാകണമേ, അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ പ്രാർത്ഥന ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പോൾ നമ്മൾ 5 രഹസ്യങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് ഇനി ഇത് ജപമാല സമർപ്പണമാണ്. സമർപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ, ശ്ലീഹാമാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രയും ചൊല്ലി ജപമാല മാതാവിനെ സമർപ്പിക്കുക. ഇത് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാവാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിടുന്നുണ്ട്. ഇനി അത് വായിച്ചാൽ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കി മാതാവിനോട് ശക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജപമാല എല്ലാവരും പഠിക്കേണ്ടത്, മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.